1200 വോട്ടുകൾക്ക്. സരിൻ രണ്ടാമത്. പാലക്കാട് മുനിസിപ്പാലിറ്റി കൂടി ഉൾപ്പെട്ട പ്രദേശത്ത് സരിൻ രണ്ടാമതായി ലീഡ് ചെയ്യുന്നു. 4134 വോട്ടുകൾ UDF-ന് കിട്ടുമ്പോൾ 1700 വോട്ടുകളുടെ ലീഡാണ് ഏഴാമത്തെ റൗണ്ടിൽ മാത്രം രാഹുൽ മാങ്കൂട്ടത്തിൽ ലഭിക്കുന്നത് എന്ന് പറഞ്ഞാൽ 1300 മൊത്തം പൂർത്തിയായാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ രാഹുൽ പുലിക്കുട്ടിയായി 1300 വോട്ടുകളുടെ ലീഡ് മുഴുവൻ പൂർത്തിയായിട്ടില്ല. മുനിസിപ്പാലിറ്റി പിടിച്ചു. മുനിസിപ്പാലിറ്റി ലീഡ് പോവാണ്. ഉണ്ണി ബാലകൃഷ്ണൻ മുനിസിപ്പാലിറ്റി BJPയുടെ കയ്യിൽ പോയി. മുനിസിപ്പാലിറ്റി BJPയുടെ കയ്യിൽ. BJPയുടെ ശക്തി കേന്ദ്രത്തിൽ BJPക്ക് അടിപതറിയിരിക്കുന്നു. 1091 വോട്ടുകളുടെ ലീഡാണ് നിലവിൽ രാഹുൽ മാങ്കൂട്ടത്തിന്. പാലക്കാട് മുനിസിപ്പാലിറ്റി അടക്കം 7 റൗണ്ടുകൾ പൂർത്തിയാകുമ്പോഴുള്ള ലീഡ്. ഇത് കോൺഗ്രസ് കേന്ദ്രങ്ങൾക്ക് ആത്മവിശ്വാസവും ആഹ്ലാദവും പകരുന്ന ഒരു റിസൾട്ടാണ്. രാഹുലിന് സന്തോഷിക്കാം, കോൺഗ്രസ് ക്യാമ്പിന് സന്തോഷിക്കാം. രാഹുലിന്റെ തേരോട്ടമാണ് പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. പാലക്കാട് BJPയുടെ കോട്ടകൊത്തളങ്ങളെ മുഴുവൻ ഇടിച്ചു ഭദ്രമാക്കി നിരപ്പാക്കിക്കൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ തേരോട്ടമാണ്. അതായത് ഷാഫിക്കും ശ്രീകണ്ഠനും സാധിക്കാത്തത് രാഹുലിന് സാധിച്ചു. എക്സാക്ട്ലി അങ്ങനെ തന്നെ പറയേണ്ടത്. രാഹുലിന്റെ സ്ഥാനാർത്ഥിത്വത്തോടു കൂടി പാലക്കാട് മറ്റെല്ലാ വിവാദങ്ങളും അപ്രസക്തമാക്കി 1091 വോട്ട്. അതെ, 1091 വോട്ട് UDF ലീഡ് പാലക്കാട്. അതായത് ഇതിനു മുൻപുള്ള തെരഞ്ഞെടുപ്പിൽ CPIM-ന്റെ അരിവാൾ ചുറ്റിക ചിഹ്നമുണ്ടായിരുന്നു. മറുഭാഗത്ത് C കൃഷ്ണകുമാർ തന്നെയായിരുന്നു 2024 കാൻഡിഡേറ്റ്. പക്ഷേ ഇത്തവണ സ്റ്റെതസ്കോപ്പ് ചിഹ്നം എതിരെ വരികയും കൈപ്പത്തിയുമായി രാഹുൽ അവിടെ നിൽക്കുകയും ചെയ്യുമ്പോൾ ശ്രീകണ്ഠനേക്കാളും ഷാഫിയേക്കാളും മുന്നേറ്റം കൊണ്ടുവരാൻ രാഹുലിന് അവിടെ കഴിഞ്ഞിരിക്കുന്നു. അവിടെ ചിഹ്നം തിരിച്ചടിച്ചിട്ടുണ്ടോ എന്ന ചോദ്യം നിൽക്കുന്നുണ്ട്. പ്രസക്തമാണ്. പക്ഷെ നോക്കൂ, ഏഴാമത്തെ റൗണ്ടിൽ LDF ആണ് രണ്ടാമതെത്തിയിരിക്കുന്നത്. ഏഴാമത്തെ റൗണ്ടിൽ LDF രണ്ടാമതെത്തിയിരിക്കുന്നു എന്നുള്ളത് ചെറിയ കാര്യമല്ല. പക്ഷെ അപ്പോഴും മുനിസിപ്പാലിറ്റിയിൽ ഒരു ഭാഗത്ത് സരിൻ നേരത്തെ പറഞ്ഞത്, സരിൻ പറഞ്ഞ ഒരു വശത്ത് സരിന് കിട്ടി മെട്രോ വോട്ട്.